പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക അഭിനന്ദന ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ. നല്ല വാക്ക് ചൊല്ലിയാൽ. ഈയിടെയായി കാട്ടിലെ മൃഗങ്ങൾ തമ്മിൽ കലഹം വർദ്ധിച്ചു വരുന്നു. ആർക്കും ആരെക്കുറിച്ചും നല്ലത് പറയാനില്ല. എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തി സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. കരടിമാമൻ സങ്കടത്തോടെ പറഞ്ഞു, അത് ശരിയാ, എനിക്കും തോന്നാറുണ്ട്. നിസ്സാര കാര്യത്തിനാണ് പുതിയ തലമുറ പിണങ്ങുന്നത്. ആ പിണക്കം വലിയ വഴക്കിൽ അവസാനിക്കുകയും ചെയ്യും. ആമ അപ്പൂപ്പൻ കരടിമാമൻ പറഞ്ഞത് ശരിവച്ചു. മുതിർന്നവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഒടുവിൽ അവർ സിംഹരാജനെ പോയി കണ്ടു. കാര്യഗൗരവം മനസ്സിലാക്കിയ സിംഹം പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്താമെന്നറിയിച്ചു. അടുത്ത ദിവസം കാട്ടിൽ നന്മയുടെ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആ ദിവസത്തിൽ എല്ലാവരും മറ്റുള്ളവരെ അഭിനന്ദിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യണമെന്നായിരുന്നു നിയമം. കാട്ടിലെ രാജാവായ സിംഹം അതിരാവിലെ മറ്റ് മൃഗങ്ങളോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ആരെയും കുറ്റം പറയില്ല, നല്ലതേ പറയൂ. ആദ്യം മാൻ മുന്നോട്ട് വന്നു. മുയലേ, നീ വളരെ വേഗത്തിൽ ഓടുന്നു, ഞങ്ങൾക്കും പ്രചോദനമാണ് നീ. മുയൽ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. കുരുവിപ്പെണ്ണേ, നീ പാടുന്ന പാട്ട് കാട് മുഴുവൻ സന്തോഷം നിറയ്ക്കുന്നു. അപ്പോൾ കുരുവി പറഞ്ഞു, ആനച്ചേട്ടൻ ഇത്ര വലിയവനായിട്ടും ഹൃദയം എത്ര മൃദുവാണ്. ചെറുമൃഗങ്ങളെ എപ്പോഴും സഹായിക്കുന്ന ചേട്ടൻ എത്ര നല്ലതാണ്. ആനയുടെ കണ്ണുകൾ തിളങ്ങി. ആണോ? നീ എത്ര കഷ്ടപ്പെട്ട് വിത്തുകൾ ശേഖരിക്കുന്നു. നിന്റെ പരിശ്രമം എനിക്കിഷ്ടമാണ്, ആനച്ചേട്ടൻ അണ്ണാനോട് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം അഭിനന്ദിച്ചു. മുമ്പ് ചെറിയ കാര്യങ്ങൾ തർക്കിച്ചിരുന്ന കുറുക്കനും കുരങ്ങനും വരെ തമ്മിൽ കൈ കൊടുത്തു. നീ ബുദ്ധിമാനാണ്, കുറുക്കൻ പറഞ്ഞു. നീ ധൈര്യവാനാണ്, കുരങ്ങൻ മറുപടി പറഞ്ഞു. ആ ദിവസം കാട്ടിൽ ആരും വഴക്ക് പറഞ്ഞില്ല. പകരം പുഞ്ചിരിയും സ്നേഹവുമായിരുന്നു എല്ലായിടത്തും. സന്ധ്യയോടെ സിംഹം പറഞ്ഞു, നല്ല വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നാം ദിവസവും ഇങ്ങനെ ജീവിക്കണം. അന്നു മുതൽ ആ കാട്ടിൽ ഒരാളുടെ നന്മ കണ്ടാൽ ഉടൻ തന്നെ അഭിനന്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ആമ അപ്പൂപ്പൻ പറഞ്ഞു, മറ്റുള്ളവരെ അഭിനന്ദിക്കുമ്പോൾ സന്തോഷം ഇരട്ടിയാകും. അതുവഴി അവർക്കും നമുക്കും കൂടുതൽ സന്തോഷമുണ്ടാകും. പോസിറ്റീവ് മനോഭാവം ലോകത്തെ കൂടുതൽ മനോഹരമാക്കും. അത് കേട്ട് കരടിമാമൻ സന്തോഷത്തോടെ തലകുലുക്കി.